ഹായ് എവ്രി വൺ, ഇറ്റ്സ് ഡേ 2 ഇൻ മെൽബൺ. അപ്പോൾ ഡേ 1 വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കണു. കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയി കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ ഇന്നാണ് ഐശ്വര്യയുടെ ഗ്രാജുവേഷൻ. ഐശ്വര്യ മാസ്റ്റേഴ്സാണ് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ഗ്രാജുവേഷൻ എയറോനോട്ടിക്കൽ എൻജിനീയറിങ്ങിൽ. അപ്പോൾ ഞങ്ങളിത് രാവിലെ തന്നെ റെഡിയായിട്ട് ട്രാമിന് വേണ്ടിയിട്ട് പുറത്ത് വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ഗ്രാജുവേഷൻ നടക്കുന്ന സ്റ്റേഡിയം ആക്ച്വലി ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്ന് ഒരു 2-3 സ്റ്റോപ്പും കൊണ്ടേ ഉണ്ടായുള്ളൂ കേട്ടോ. അപ്പോൾ ട്രാം വന്നു, ഞങ്ങൾ കയറാൻ പോവാണ്. ഈ ട്രാമിലും ഈ പുറത്തുമൊക്കെ ആക്ച്വലി ഇന്ന് ഭയങ്കര തിരക്കായിരുന്നു. കാരണം RMITയിലെ ഈ ഇയറിലെ ഗ്രാജുവേഷൻ എല്ലാ സ്റ്റുഡൻസിനും ഇന്നായിരുന്നു. ഗ്രാജുവേഷൻ ചെയ്യാൻ പോകുന്ന ഈ ഇയറിലെ ഗ്രാജുവേഷനുള്ള എല്ലാവർക്കും ഇന്നായിരുന്നു അവരുടെ ഗ്രാജുവേഷൻ ഡേ. അപ്പോൾ റോഡിലും ബസ്സിലും ട്രാമിലും ഒക്കെ RMITയിലെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു ട്രാം. അപ്പോൾ എനിക്ക് മാത്രമാണ് ഫസ്റ്റ് സീറ്റ് കിട്ടിയത്. അമ്മയും ഐശ്വര്യ അങ്ങ് ബാക്കിലായിരുന്നു, അവർക്കും പക്ഷെ പിന്നെ കിട്ടിയിട്ടോ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഈ സ്പെൻസർ ഔട്ട്ലെറ്റ് സെൻറ്ററിൻ്റെ അവിടെയുള്ള ഒരു സ്റ്റേഷനിലാണ് ഞങ്ങൾ ഇറങ്ങിയത്. അതിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ സ്റ്റേഡിയവും. അപ്പം ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി സ്ട്രെയിറ്റ് കാണുന്ന സ്റ്റെപ്പില്ല, അത് കയറി ഇറങ്ങുമ്പോഴത്തേനും ഈ പറയണ മാർവൽ സ്റ്റേഡിയം എത്തും. അവിടെയായിരുന്നു ഗ്രാജുവേഷൻ. അപ്പോൾ റോഡ് ഫുള്ള് തിരക്കായിരുന്നുകൊണ്ട് ക്രോസ് ചെയ്യാനൊക്കെ ഒത്തിരി സമയം എടുത്തു കേട്ടോ. മറ്റേ ക്യൂ ഒക്കെ നിന്ന് ടേൺ എടുത്തിട്ടായിരുന്നു എല്ലാവരും ക്രോസ് ചെയ്തത്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇത് കാണുക തന്നെയായിരുന്നു. ഫുൾ ട്രാമായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി ബസ്സെന്നൊക്കെ. ആക്ച്വലി സിറ്റി റേഞ്ചിൽ ഇവർക്ക് ബസ്സില്ല കേട്ടോ, ഈ ട്രാം തന്നെയാണ് ഫുള്ള് ഓടുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ റോഡ് ഫുള്ള് RMITയിലെ സ്റ്റുഡൻസും അവരുടെ പേരൻസും ഒക്കെ ആയിട്ട് ക്രൗഡഡ് ആയിരുന്നു. സിറ്റി ഫുള്ള് ട്രാംസും എല്ലാം ഇവർ തന്നെയായിരുന്നു. കാരണം എല്ലാവർക്കും ഇന്നാണല്ലോ ഗ്രാജുവേഷൻ. പക്ഷെ അതൊരു നല്ല കാര്യമാണ് കേട്ടോ. എല്ലാവർക്കും ഒരുമിച്ച് ഗ്രാജുവേഷൻ നടത്തുമ്പോൾ കോളേജിനായാലും ഒരു നല്ലൊരു ഇവൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഞങ്ങളിതേ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രോസ് ചെയ്യാൻ ഒത്തിരി തിരക്കും ഉണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര സമയം എടുത്തായിരുന്നു ഞങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇപ്പുറത്ത് എത്തി. ഇനി ഈ എസ്കലേറ്റർ കയറിയിട്ട് മുകളിൽ പോയിട്ട് വേണം. അവിടെ നിന്ന് കുറച്ച് നടക്കുമ്പോഴാണ് മാർവൽ സ്റ്റേഡിയം എന്നാണ് ഐശ്വര്യ പറഞ്ഞത്. ഞങ്ങളിത് എസ്കലേറ്റർ കയറാൻ പോവാണ്. അങ്ങനെ ഫൈനലി ഞങ്ങളിത് മുകളിലെത്തി. അമ്മ സാരിയൊക്കെ എടുത്ത് എസ്കലേറ്ററിൽ കയറി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് ഐശ്വര്യ പറയുമായിരുന്നു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ എന്ന്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടില്ലേ, ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് സ്റ്റേഷൻ. നാക്ക് കുഴയോ കേട്ടോ. ആ സ്റ്റേഷൻ എന്ന് പറയുന്നത് സബ്വേ സ്റ്റേഷനാണ് മെയിൻലി. സബ്വേക്ക് എല്ലാം ഉള്ളതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഇതും ഇവിടുത്തെ ഒരു ഹബ്ബ് തന്നെയാണ് കേട്ടോ. ഈ ലോങ് ഡിസ്റ്റൻസ് പോകുന്ന ട്രെയിനുകളൊക്കെ പിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വരണം. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെ 1-2 ട്രെയിൻ കിടക്കുന്നുണ്ടായി. പിന്നെ അതിനെക്കുറിച്ച് പറയുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു. ഞങ്ങളിത് അവിടെ നിന്ന് ആ ട്രെയിനൊക്കെ കണ്ടിട്ട് ഇനി അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ മിസ്സായി പോകുന്നുള്ളൊരു ടെൻഷനേ വേണ്ടിയിരുന്നില്ല. കാരണം ഈ കാണുന്ന ഫുൾ ക്രൗഡും പോകുന്നത് ആ കാണുന്ന മാർവൽ സ്റ്റേഡിയത്തിലോട്ടാണ്. അവിടെയാണ് RMITയുടെ കോൺവെക്കേഷൻ നടക്കുന്നത്. എല്ലാ വർഷവും അവിടെയാണ് കോൺവെക്കേഷൻ നടക്കണമെന്നാണ് കേട്ടോ ഐശ്വര്യ പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വെച്ച് നടക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത്, ഞാനും അമ്മയും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ കഫേ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ നിന്ന് കോഫിയും എന്തെങ്കിലും കഴിച്ചിട്ട് അകത്ത് കയറാമെന്നാണ് വിചാരിച്ചത്. അകത്ത് ഇനി ഫുഡ് കിട്ടിയില്ലെങ്കിലോ. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പോഴൊക്കെ ഈ ആൾക്കാർ, ഈ സ്റ്റുഡൻസ് കോൺവെക്കേഷൻ്റെ ഡ്രസ്സും കോട്ടും ഫ്ലവേഴ്സും എല്ലാം പിടിച്ച് നടക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോഴാണ് ഞങ്ങളുടെ കൂടെയുള്ള ആശാത്തിക്ക് കോൺവെക്കേഷൻ്റെ എല്ലാ ഡ്രസ്സും ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത്.
അങ്ങനെ അതുണ്ട് എന്ന് മനസ്സിലാക്കി. ഓക്കെ ശരി എന്നാൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും കഫേ പിടിച്ച് തപ്പുമായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഗൈസ്, എനിക്കിങ്ങനെ പബ്ലിക്കിൽ വീഡിയോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായല്ലോ ഡാൻസ് കളിക്കാൻ മാത്രമാണ് എനിക്കൊരു ചമ്മലില്ലാത്തത് പബ്ലിക്കലി. പക്ഷേ അതും ഞാൻ റീൽസ് എടുത്തൊക്കെയാണ് എനിക്കത് ശരിയായത്. ഇപ്പോൾ ഞാൻ പുതിയ യൂട്യൂബ് വീഡിയോസൊക്കെ എടുക്കാൻ നേരത്തും എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ആൾക്കാരുടെ ഫ്രണ്ടിൽ കൂടെ ഈ ക്യാമറയും പിടിച്ച് പോകുമ്പോൾ അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാൻ അവരെ എടുക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ലേ, അങ്ങനെ എൻ്റെ മൈൻഡിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് പോകുന്നുണ്ടായി. പിന്നെ ഞാൻ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ടായി, പക്ഷേ കുറേ മൈക്കില്ലായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ മൈക്ക് നാട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് എനിക്ക് ഞാൻ സംസാരിക്കുന്നതൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സും കൂടെ കാരണം ഭയങ്കര ഓഡിയബിൾ അല്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ വോയിസ് ഓവർ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ ഞങ്ങളിതേ അവിടെ ഒരു കഫേ കണ്ടുപിടിച്ചു. എന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് ആക്ച്വലി എനിക്കൊരു അമളി പറ്റി. ഞാൻ എപ്പോഴും ചായയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ പുറത്തുള്ള കൺട്രീസിൽ ചായ ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ മിൽക്ക് സെപ്പറേറ്റ് പറയണമല്ലോ. അപ്പം ഞാനങ്ങനെ മിൽക്കും ഷുഗറും സെപ്പറേറ്റ് പറഞ്ഞു. പക്ഷേ എനിക്ക് അവർ ചായ തന്നപ്പോഴത്തേക്കും എനിക്ക് കട്ടൻ ചായയാണ് കിട്ടിയത്. അതെനിക്ക് ഓസ്ട്രേലിയ വന്നിട്ട് കുറേ പ്രാവശ്യം ആ പ്രശ്നം പറ്റിയിട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ഫുഡ് കഴിച്ചേ, എന്തോ ബ്രെഡ് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചു. അതും വാങ്ങിച്ച് ഞങ്ങൾ ഇനി നേരെ സ്റ്റേഡിയത്തിലോട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളത് അങ്ങ് ചവിട്ടി പിടിച്ച് നടക്കുക. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റും, ഇനി അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പറ്റേണ്ടതാണ്, ഗ്രാജുവേഷനല്ലേ. അപ്പോൾ വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാനിതിൽ ആഡ് ചെയ്യാം കേട്ടോ.
ഫൈനലി ഞങ്ങൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തി. ഇതാണ് ഐശ്വര്യയുടെ ക്ലോസ് ഫ്രണ്ട് ശ്രേയ. ശ്രേയയുടെ പാരൻസ് ആണത്. ശ്രേയയുടെ അച്ഛനും അമ്മയും ഒക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇവരെ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ആട്ടോ. അമ്മയും അതേ ഫസ്റ്റ് ടൈമാണ്. പക്ഷേ അമ്മ ഇവരോടൊക്കെ ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ ഇവരെ മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. പക്ഷേ ഒരു കാര്യം പറയണമല്ലോ, ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. എസ്പെഷ്യലി ശ്രേയയുടെ അമ്മ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. എനിക്ക് ഇവരെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടില്ല. പിന്നെ ശ്രേയ, എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ശ്രേയ ഇസ് സച്ച് എ പ്യുവർ ആൻഡ് ജെനുവിൻ സോൾ. ഭയങ്കര നല്ല കേട്ടോ. ഐ ജസ്റ്റ് ലവ് ദിസ് ഫ്രെയിം. അവർ ഭയങ്കര നല്ലതാണ് എല്ലാവരും. ഞങ്ങൾ ആക്ച്വലി രണ്ടാൾക്കാരും മാംഗ്ലൂരിൽ നിന്നാണ്. ഞങ്ങളുടെ ഫോർ ഫാദേഴ്സ് മാംഗ്ലൂരിയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ശ്രേയയ്ക്കും ഐശ്വര്യയ്ക്കും തുളു അറിയാം. ശ്രേയ ബാംഗ്ലൂരിലാണ് ജനിച്ച് വളർന്നതൊക്കെ. അതുകൊണ്ട് ശ്രേയയ്ക്ക് കന്നഡയാണ് കൂടുതൽ വശം. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തുളുവിലും കന്നഡയിലും ഒക്കെയാണ് സീക്രട്സ് ഷെയർ ചെയ്യുന്നത്. അതൊക്കെ നല്ല രസമാണ്. പിന്നെ ഞങ്ങളിത് സ്റ്റേഡിയത്തിനകത്ത് കയറി. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഇവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവരകത്തോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് പോയി സീറ്റ് ഇരിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അങ്ങനെ പിന്നെ അവരുടെ ഫ്രണ്ട്സൊക്കെ വന്നു, ഡ്രസ്സപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ അവർ ഫോട്ടോ സെഷനായിരുന്നു കൂടുതലും അതിനകത്ത്. അമ്മയും ശ്രേയയുടെ അമ്മയും ഒക്കെ ഫോട്ടോസ് എടുക്കലും ലുക്ക് ആയിരുന്നു.
ഞങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് അവിടുന്ന് അടുത്ത് തന്നെയാണ് ശരവണ ഭവൻ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നടന്ന് അങ്ങോട്ടേക്ക് വന്നു. കാരണം ഞങ്ങൾ കഫേയിൽ നിന്ന് കുടിച്ച കോഫിയും ചെറിയ ബ്രെഡും മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഞങ്ങൾ ശരവണ ഭവനിലേക്ക് വെച്ച് പിടിച്ചു. ദോശയാണ് കഴിച്ചത്. ദോശയൊക്കെ കഴിച്ചപ്പോഴത്തേക്കും പിന്നെ ഒരു ഉറങ്ങാം എന്നുള്ളൊരു മട്ടിൽ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി. വേറെ എവിടെയും പോകാനുള്ള ആരോഗ്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഞങ്ങൾ. സോ നമ്മളിപ്പം ശരവണ ഭവനിൽ നിന്ന് ദോശ കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ചു വരാം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ സിറ്റിക്കകത്ത് ട്രാം എല്ലാം ഫ്രീ ആണ്. അപ്പം എൻ്റെ സിസ്റ്റർ താമസിക്കുന്ന സിറ്റി മെൽബൺ സിറ്റി തന്നെയാണ്. അപ്പം അതിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ റൂമും. അപ്പോൾ എല്ലാ മേജർ ഹാപ്പനിങ്സ് ഇന്നലെ ആയാലും ഇന്നായാലും നടക്കുന്ന എല്ലാം സിറ്റിക്കകത്ത് തന്നെയാണ്. സോ ഞങ്ങൾ ഇതുവരെ ട്രാമിന് പേയ്മെൻ്റ് ഒന്നും ചെയ്തില്ല. എല്ലാം അടുത്തടുത്തായതുകൊണ്ട് ഊബറും ബുക്ക് ചെയ്യേണ്ടി വന്നില്ല, ഒന്നുമില്ല. ജസ്റ്റ് ട്രാം എടുക്കുക, 2 സ്റ്റോപ്പ് അപ്പുറം പോവാം, 3 സ്റ്റോപ്പ് അപ്പുറം പോവാം. സോ ആസ് ഓഫ് നൗ നല്ല രസമുണ്ട്, നല്ലതായിട്ട് തോന്നുന്നു. ആൻഡ് കുറച്ചുകൂടെ ലെസ് ക്രൗഡഡാണ് കമ്പയർഡ് ടു ഡൗൺ ടൗൺ ടൊറൻറ്റോ. ഇത് കുറച്ചുകൂടെ ലെസ് ക്രൗഡഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് നല്ല പീസ്ഫുൾ. ട്രാഫിക്കും ഉണ്ട്, ബട്ട് കമ്പയർഡ് ടു ടൊറൻറ്റോ ഇവിടെ കുറച്ചുകൂടെ സിറ്റി ലൈഫ് പീസ്ഫുള്ളാണ്, നല്ലതാണ്. ഇപ്പം ഞങ്ങൾ ഇപ്പോൾ റൂമിലേക്കാണ് പോകുന്നത്. കുറച്ച് റെസ്റ്റ് ചെയ്തിട്ട് ഈവനിങ് പുറത്ത് കറങ്ങാൻ ഇറങ്ങാം. ആൻഡ് ആസ് ഓഫ് നൗ പ്ലാൻ അവൾ വർക്ക് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. സോ ആ റെസ്റ്റോറൻറ്റിലേക്ക് രാത്രി പോവാം എന്നാണ് വിചാരിക്കുന്നത്. അറിയില്ല കേട്ടോ, ഇനി എന്തെങ്കിലും പ്ലാൻ ചേഞ്ചസ് ഉണ്ടോ എന്നറിയില്ല. ആസ് ഓഫ് നൗ ഇതാണ് തീരുമാനം. അപ്പോൾ ശരവണ ഭവനിൽ നിന്ന് ഞങ്ങൾ ട്രാമിലോട്ടുള്ള സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഷോയു ഇറങ്ങി. ഇവിടെ നിന്ന് കയറി നേരെ ഹോട്ടലിലെത്തി റൂമിലോട്ട് കയറി കിടന്നു കുറച്ച് നേരം. അത് കഴിഞ്ഞ് ഞാനും ഐശ്വര്യയും ഒരു റീലൊക്കെ എടുത്തപ്പോഴത്തേക്കും പിന്നെ എനിക്ക് എണീക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ എണീറ്റപ്പോൾ ഞങ്ങൾ അടുത്തുള്ളൊരു ബീച്ചിൽ പോയി. അവിടുത്തെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. അത്രയ്ക്ക് ഇന്ന് സംഭവിച്ചുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.